Good afternoon to all. Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Camera എല്ലാം കാണുന്നുണ്ടോ? Clear ആണോ? ഇത് കാണുന്നത് clear ആണോ? നല്ല ക്ലിയർ ഉണ്ട്. നല്ല clear. അപ്പൊ എന്റെ കണ്ണ് കണ്ടോടെ എനിക്ക് കണ്ണും രണ്ടാമത്തെ തോന്നുന്നുണ്ടല്ലോ. Yeah, good afternoon. കണ്ടിട്ട് പ്രോബ്ലം. ഓക്കെ, വിസിബിൾ ആണോ നോക്കട്ടോ? എന്നെ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ നോക്കാം. ക്ലിയർ ആണോ? അല്ലല്ലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം, കാണുന്നുണ്ട്. ക്ലിയർ ഇല്ല. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തത്? ഇൻഫർമേഷൻ സിസ്റ്റം ആയിരുന്നു അല്ലെ? അത് കംപ്ലീറ്റ് ആയില്ലേ? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തായിരുന്നോ? മോക്ക് ടെസ്റ്റിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ? കുറച്ചുകൂടെ മോക്ക് ടെസ്റ്റ് വേണമായിരുന്നോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. വലിയ ടഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയാനില്ല, അത് വളരെ ഈസി ആണ്. കാണുമ്പോൾ ഒരുപാട് ലെങ്തി ആണെങ്കിൽ പോലും അത് ഈസി ചാപ്റ്റർ ആണ്. നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണ് അല്ലെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഓക്കെ ആണോ അല്ലയോ? റെസ്പോണ്ട് ചെയ്യും, പിന്നെ മിണ്ടാതിരിക്കല്ലേ. Okay, then we are moving on the next chapter as chapter 10, responsibilities of hospital administration. Okay, the പത്താമത്തെ ചാപ്റ്റർ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. സോ ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഫേം ആണെങ്കിലും നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ആസ് എ സ്റ്റാഫ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെയും എന്താണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനും അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? They have their own responsibilities. ഓക്കെ, അതിപ്പോ ഇങ്ങനെയാണല്ലോ, അത് ഏത് ഫീൽഡ് ആണെങ്കിലും ശരി. ആസ് എ ടീച്ചർ എനിക്ക് എന്റേതായ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എനിക്ക് എടുക്കേണ്ട ഒരുപാട് പോർഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കണം? ചുമ്മാ ക്ലാസ് ഒന്ന് വർത്താനം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല അല്ലെ? എടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ശരിയല്ലേ? അതുപോലെ നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? ഉണ്ടോ? നമുക്ക് പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പഠിക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കണം, എക്സാം എഴുതണം, അറ്റൻഡ് ചെയ്യണം, പാസ്സാകണം, ജോലിക്ക് പോകണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം, നന്നായിട്ട് പഠിക്കേണ്ടതാണ് അല്ലെ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയിൽ അവർക്കും അവരുടേതായ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. So let's begin today's session with a new chapter. Okay, so start here. Non-clinical jobs are necessary for a multitude of departments in a hospital or healthcare center. These administrative roles could see you working in different departments in a hospital. Non-clinical jobs. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റൽ ഓഫീസിൽ ക്ലിനിക്കൽ പരമായ ജോലികൾ മാത്രമാണോ ഉള്ളത്? നോൺ ക്ലിനിക്കൽ ഉണ്ട്. അതെല്ലാം അത്യാവശ്യമാണ്, നെസസറി ആണ്, എസെൻഷ്യൽ ആണ്. സോ ആ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും, അത് കെയർ സെന്റർ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഈ പറഞ്ഞ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ വെരി നെസസറി അല്ലെ? ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ, വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ ജോബ്സ് നെസസറി ആണ്. സോ അവർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്യാം നമുക്കിനി.
Responsibilities of hospital administrator. Hospital administrator responsibilities എന്തൊക്കെയാണ്? Hospital administrators play an important role in overseeing the operations and the management of a healthcare facility. Their responsibilities typically consist of strategic planning. അതുപോലെ hospital administrators അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് അല്ലെ, മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നടക്കുന്ന മാനേജ്മെന്റ് കാര്യങ്ങളും അതുപോലെ ഓപ്പറേഷൻ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. The first one is strategic planning. Strategic planning. Hospital administrators are accountable for developing long-term strategies and goals for the hospital. This consists of analyzing market trends, identifying areas for improvements, and devising plans to improve the hospital service and operations. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജോലി എന്താണെന്ന് അറിയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഫോമില് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനില് അതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഒരു ഫോം ഡെവലപ്പ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കാണുന്നത്. അല്ലെ, അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ accountable for developing long-term strategies and goals for the hospitals. ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും അല്ലെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും. ലോങ് ടേം സ്ട്രാറ്റജീസ് ആയിരിക്കണം. കാരണം ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണ് അല്ല, ലോങ് ടേം ആണത്. നമ്മൾ എത്ര കാലം നമ്മൾ ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അത്രയും നാളെ ബിസിനസ് മുന്നോട്ട് പോകും. അപ്പൊ ലോങ് ടേം സ്ട്രാറ്റജീസ് നമുക്ക് ആവശ്യമാണ്. സ്ട്രാറ്റജീസ്, പ്ലാൻസ്, ഒരുപാട് ഗോൾസ് ഇതെല്ലാം ആവശ്യമാണ്. ഹോസ്പിറ്റലിലും അതുപോലെ തന്നെയാണ്. ആ ഹോസ്പിറ്റലിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്. ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നതാണ് മെയിൻ റോൾ ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ? ഇപ്പൊ ഏതൊക്കെ ഏരിയാസ് ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതുപോലെ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഓരോ ഡ്യൂട്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് നല്ല പ്ലാനിങ്ങും സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ മൂവ് ചെയ്യുക. അങ്ങനെയാണ് ഏതൊരു growth ഉണ്ടാകും. So strategic planning is one of the responsibility of the hospital administrator. Strategic planning എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? എക്സാം വരാണ്. എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്ലാൻ എന്തൊക്കെയാണ്? പ്ലാനിങ് ഒന്നും ഇല്ലല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അത് ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? നിങ്ങളൊരു ക്ലാസ് എടുക്കുമ്പോ നിങ്ങളിപ്പോ എന്റെ സ്ഥാനത്താണ് വന്നിരിക്കുന്നെങ്കിൽ ഒരാള് ഇങ്ങനെ ക്ലാസ് എടുക്കില്ലേ, ക്ലാസ് എടുത്തിരിക്കുമ്പോ മനസ്സിലായോ ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ബുദ്ധിമുട്ട് എന്താണ്. കാരണം നമ്മൾ ഇത്രയും തൊണ്ടപൊട്ടി കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ചുമ്മാ എനിക്കിരുന്ന് ഇത് കാര്യമുണ്ട് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടീച്ചേഴ്സും അത് ക്ലാസ്സിൽ അത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെ, ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അത്രയും സ്ട്രെയിൻ എടുത്തിട്ടുള്ള ക്ലാസ് എടുക്കുമ്പോ നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായോ? ആ ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്താണ് ചെയ്യാം? അതുകൊണ്ട് പ്ലീസ് റെസ്പോണ്ട്. ഏത് ടീച്ചേഴ്സ് വന്ന് മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട്സോ എന്താണ് ചോദിക്കുന്നെങ്കിൽ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്നൊരു ഇമോജി സെറ്റ് ചെയ്താൽ പോരെ, ഒരു തമ്പിട്ടാ പോരെ. വലിയൊരു കാര്യമാണ്, അതിന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടൊരു പണിയാണോ അത്? അല്ല. അപ്പോ അത് ഞങ്ങൾക്ക് തരുന്നൊരു റെസ്പെക്ട് ആണ്, മനസ്സിലായോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത് ഉള്ളിലായിട്ട് പോകും. എന്തെങ്കിലും ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് ആണത് അല്ലേ? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ എടുക്കുന്ന പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇനി മനസ്സിലായെന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. പോരെ? ഓക്കെ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Administrators supervise the hospital's budgeting and financial operations. They work keenly with the finance team to monitor revenue, control expenses, distribute resources in an effective manner, and ensure the financial firmness of the organization. Organization ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഫിനാൻഷ്യലി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ദേ വർക്ക് ക്ലീൻലി വിത്ത് ഫിനാൻസ് ടീമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയും ഒബ്സർവ് ചെയ്തുകൂടിയും ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടും എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. സോ നമുക്ക് അറിയാലോ, ഇങ്ങനെയൊക്കെയാണ് മോണിറ്റർ ചെയ്യുക. റവന്യൂ ആണെങ്കിലും ഇൻകം, നമ്മുടെ ഇൻകം വരുന്നത്, എക്സ്പെൻസ് എങ്ങനെയാണ് വരുന്നത്, സോ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെയാണ് അതില് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻകം നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, റിസോഴ്സ് എന്തൊക്കെയാണ്. സോ അതെല്ലാം എഫക്റ്റീവ് മാനേജ്മെന്റ് നമുക്കെല്ലാം ആലോചിച്ച് അതെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അറിയാലോ, കുറച്ച് അത്യാവശ്യം നല്ലൊരു ഹാർഡ് വർക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യേണ്ട, റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതും വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ administrator. Then policy development and implementation. Hospital administrators set up policies and procedures to conduct the operations of the facility. They ensure compliance with the legal and regulatory needs, encourage patient safety, and maintain ethical standards within the hospital. Policy development and implementation. ഒരു ഹോസ്പിറ്റൽസിനും അതിൻ്റെതായ പോളിസികളൊക്കെ ഉണ്ട് അല്ലെ? സോ അതെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് അപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പോളിസീസും പ്രൊസീജിയേഴ്സും സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുക, ആൻഡ് ഓപ്പറേഷൻ ഫെസിലിറ്റി. They ensure compliance with the legal and regulatory needs. എല്ലാം നോക്കണം, ലീഗലി ആണ്. നമ്മള് ഇപ്പൊ പോളിസി ആണെങ്കിലും അത് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും പോളിസിയും കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ അത് ലീഗലി ആയിരിക്കണം, എത്തിക്കലി ആയിരിക്കണം. എത്തിക്സ് പരമായിട്ടും അത് ലീഗലി ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെ? സോ പോളിസി ഡെവലപ്മെന്റും അതിന്റെ ഇംപ്ലിമെന്റേഷനും ആണ് ഇതിന്റെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പേഷ്യൻസിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, അതുപോലെ നീഡ്സ്, ethical standard within hospital തന്നെ ethical standards കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്, ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് the fourth point. ഈ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഈ 3 ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു കേട്ടോ. ഈ 3 പോയിന്റ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, വായിക്കൂ. വായിച്ചു കഴിയുമ്പോ പറയണേ.
ഞാൻ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ് എന്ന് വെച്ചാ എന്തോ? ഞാൻ പറയാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഞാൻ പോയതല്ല കേട്ടോ, അവിടെ കണ്ടത് എന്തോ. ഓക്കെ, ചോദിച്ചത് ഈ പോർഷൻ ആണ് അല്ലെ, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെ, കംപ്ലൈന്റ്സ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കംപ്ലൈന്റ്സ്? നമ്മൾ പാലിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പാലിക്കുക എന്നാണ്, പാലിക്കുക. നമ്മള് നമ്മുടെ ലീഗലി ആൻഡ് റെഗുലേറ്ററി നീഡ്സ് എല്ലാ ആവശ്യകതകളും പാലിക്കുക. അതുപോലെ തന്നെ എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ എൻകറേജ് ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. എത്തിക്കൽ എന്താണ്? സത്യസന്ധത, അതല്ലേ? ഒരു എത്തിക്കലി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ പോളിസീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ. നെക്സ്റ്റ് ഡിവൈസിംഗ് പ്ലാൻസ്. പ്ലാൻസ് ഡിവൈസ് ചെയ്യാന്ന് പറയുന്നത് ആസൂത്രണം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഡിവൈസിംഗ് പ്ലാൻസ് മീൻസ് ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? പോർഷൻ ക്ലിയർ ആയോ? എന്തോ ഓക്കെ. നെക്സ്റ്റ്, human resource management. Administrators supervise the recruitment, hiring, and retraining of staff members. They produce and maintain a positive work environment, implement performance estimation systems, handle employee relations, and address staffing requirements to ensure adequate coverage and optimal staffing levels. Human resource management എന്താണ് ചെയ്യുക? HR മാനേജ്മെന്റ് ആണ്. HR മാനേജ്മെന്റ് പൊതുവെ എന്താ ചെയ്യുന്നത്? പുതിയ സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുന്നു അല്ലെ? ശരിയല്ലേ? പുതിയ സ്റ്റാഫ്സിനെ ഹയർ ചെയ്യുക, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, പൊതുവെ നമ്മള് ആ ഒരു എംപ്ലോയീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ അവർക്ക് ആവശ്യമായ കവറേജ് അല്ലെ, നമുക്ക് അറിയാം നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് എന്തൊക്കെ കിട്ടാം, കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതെല്ലാം നമുക്ക് മെക്ക് ഷുവർ ചെയ്യുക, അത് നമുക്ക് ആവശ്യമാണ്. സോ അതെല്ലാം മെക്ക് ഷുവർ ചെയ്യുക. ഇതെന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സ്റ്റാഫിനെ ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവർ പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നിങ്ങൾ
എനിക്ക് തോന്നിയത് നിങ്ങൾ ഓരോ സെന്റൻസിന്റെയും മീനിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നത് സമ്മറൈസ് ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഓരോ വേർഡിന്റെയും മീനിങ് സെന്റൻസിൽ വരുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നോർമൽ ഇപ്പോ എക്സാമ്പിൾ എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് വേർഡ് എടുക്കാം, ഏതെങ്കിലും ഇംഗ്ലീഷ് വേർഡ് എടുക്കാം. ഇംഗ്ലീഷ് വേർഡ് നോർമൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ആയിരിക്കണം എന്നില്ല, അതൊരു വേറൊരു സെന്റൻസിൽ വരും, ചേഞ്ചസ് വരും. സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും ആ വേർഡിന്റെ മീനിങ് വ്യത്യാസം വരാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇപ്പോഴത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അത് ജസ്റ്റ് പാരഗ്രാഫ് വായിക്കും. ഇപ്പൊ ഞാൻ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഒരു പാരഗ്രാഫ് വായിച്ചു. അതിൽ നിന്ന് കുറച്ച് നോട്ടത്തിൽ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്, സ്റ്റാഫിനെ ഹയർ ചെയ്യുക, അവർക്ക് ട്രെയിൻ ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഒന്നും ചിന്തിക്കാവുന്നില്ലല്ലോ. നമ്മളൊരു ഫോമിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താ ചെയ്യാം, HR മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നു, അവരെ നമ്മൾ ഹയർ ചെയ്യുന്നു, നമുക്ക് ട്രെയിനിങ് തരുന്നു, നമുക്ക് എല്ലാ പാക്കേജസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു അല്ലെ. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനൊരു സ്റ്റാഫാണ്, ഞങ്ങളുടെ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ് ഹയർ ചെയ്തത്. ട്രെയിനിങ് ഓൾറെഡി ടീച്ചേഴ്സ് അറിയാവുന്ന ട്രെയിനിങ് ഒന്നും നമുക്ക് വേണ്ടിയില്ല. സോ ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ അല്ലെ. അത്രയേ ഉള്ളൂ. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. Administrators are accountable for the accountable meaning എന്താ, responsible തന്നെയാണ് കേട്ടോ. Accountable meaning responsible. Okay. Accountable for maintaining the hospital's physical infrastructures, equipment and technology. They supervise, maintains, updates and renovation to ensure a safe and efficient environment for patients, staff and visitors. എന്താണ് ഉദ്ദേശം? Facilities and equipment management എന്ന് പറയുമ്പോൾ ഒരു ഫേം ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ്, മെഷീൻസും ഒരുപാട് കാര്യങ്ങൾ, ടെക്നോളജീസും ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലെ. അതെല്ലാരും വാങ്ങിക്കൊണ്ട് വെച്ച് അന്ന് മുതല് അത് നമ്മൾ നോക്കാണ്ടിരുന്ന ശരിയാവും. ചെക്ക് ചെയ്യണ്ടേ, ഇതൊക്കെ പ്രവർത്തിക്കുവോ, കംപ്ലൈൻസ് ഉണ്ടോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. സോ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ എക്യുപ്മെന്റ് മാനേജ്മെന്റും എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മനസ്സിലായോ? എൻഷുർ ചെയ്യാ എല്ലാരും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണോ, റിനോവേറ്റ് ചെയ്യണോ, സേഫ് ആണോ, പേഷ്യൻസ് വരുമ്പോൾ സേഫ് ആണോ, പേഷ്യൻസ് നല്ല സ്റ്റാഫ് ആണ്, വിസിറ്റേഴ്സ് ആണ് സേഫ് ആണോ. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും ചെയർ ഉൾപ്പെടെ, അന്നിരിക്കുന്ന ചെയർ ഉൾപ്പെടെ അത് ഓക്കെ ആണോ, നമ്മൾ ഇരിക്കുമ്പോൾ താഴെയുള്ളതിന് ചുറ്റും എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഫെസിലിറ്റീസും ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. മനസ്സിലായോ? അതായത് ഒരു ഫോം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുപോകണം. ഓരോ ഡിപ്പാർട്ട്മെന്റ് പോയി ചെക്ക് ചെയ്യണം, അവർക്ക് പ്രോബ്ലം ഉണ്ടോ, എല്ലാം ഓൾറൗണ്ടർ ആണ്. ഓക്കെ. And the next one is quality assurance and patient safety. Administrators work to make sure that high quality healthcare delivery and patient safety within the hospital. They create and implement quality improvement initiatives, monitor patient outcomes, and encourage awareness to evidence-based practice and clinical guidance. Quality assurance and patient safety. നമ്മൾ കൊടുക്കുന്ന ഏത് കെയർ ആണെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന എന്താണെങ്കിൽ പോലും ക്വാളിറ്റിയോടെ കൊടുക്കുക. ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യണം. അത്രയും നമ്മള് ക്വാളിറ്റിയോട് കൂടി അത്രയും നല്ല രീതിയിലായിരിക്കും നമ്മൾ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതും കെയർ ചെയ്യേണ്ടതും. ഓക്കെ, അതുപോലെ തന്നെയാണ് പേഷ്യന്റ് സേഫ്റ്റി, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പേഷ്യൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യുക, അവരുടെ ഔട്ട്കം എന്താണ്, അവര് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ, സോ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോ ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോ എനിക്ക് എന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോ ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സ്റ്റുഡൻസ് ആണ് കോൺടാക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളെ അറിയിക്കാം, നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറയാറില്ലേ? അതിനെ കുറിച്ച് പറയാറില്ലേ? സോ അതൊക്കെ എന്തിനാണ്? ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഒപ്പം നോക്കണ്ടേ? നിങ്ങളൊക്കെ ഞങ്ങൾ ക്ലാസ്സൊക്കെ നോക്കിയല്ല, നിങ്ങളത് പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അതാണ് ഒപ്പം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതിപ്പോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ക്വാളിറ്റി ക്ലാസ് ആണ്.
സോ അതുപോലെ തന്നെ ഏതൊരു ഫോം ആണെങ്കിലും ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ അഷുറൻസ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 4, 5, 6 ഈ 3 പോയിന്റ്സ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? Okay, next community relations. Hospital administrators play an important role in maintaining a positive relationship with the community. They engage community outreach programs, cooperate with local organizations, and assist the hospital service to meet the healthcare requirements of the community in an effective manner. Community relationship കുറച്ച് better ആണ്. അതായത് നമ്മള് community ആയിട്ട് കണക്ട് ചെയ്യും അല്ലെ, മീൻസ് ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അല്ലെ. സോ അവരായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റി ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അവരായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കോപ്പറേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഓർഗനൈസേഷനൊക്കെ വരാണെങ്കിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ദെൻ അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റൽ സർവീസിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക. നമ്മളല്ല ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് റെസ്പോൺസിബിലിറ്റി ആയിട്ടോ അത് അസിസ്റ്റ് ചെയ്യുക. സോ ഇതെല്ലാം അങ്ങനെ നമ്മൾ എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് എഫക്റ്റീവ് മാനർ. കമ്മ്യൂണിറ്റി നമ്മുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് കമ്മ്യൂണിറ്റിയുടെ കുറച്ച് എഫക്റ്റീവ് മാനറിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ള്. അതായത് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും റിലേറ്റഡ് ആയിട്ടിരിക്കുക, റിലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞങ്ങളാണെങ്കിൽ ടീച്ചേഴ്സ് വെച്ച് പറയണ്ട, ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ റഫ് ആണോ റൂഡാണോ എന്നാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് പോസിറ്റീവ് ഫീൽ ഉണ്ടാവുള്ളൂ. അത് ആ ഒരു ഓർഗനൈസേഷൻ എന്താ കിട്ടുക, ഗ്രോത്ത് ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലെ. ഞങ്ങളെ പഠിപ്പിക്കുക, ഞങ്ങൾ ടീച്ചേഴ്സ് മോശമാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യോ? അതേ പറയാനുള്ളൂ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലും ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. മീൻസ് ഒറ്റ ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നതിന് പോവാം, പല രീതിയിലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ടീച്ചേഴ്സ് ഓക്കെ അല്ല. ഇപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ ക്ലാസ് ഇവിടുന്ന് ഈ കോഴ്സ് പാസ് ഔട്ട് ആയി പോകുന്ന പറയാം, അപ്പൊ ടീച്ചേഴ്സ് അത്ര പോരാ എന്നൊക്കെ പറഞ്ഞില്ലേ ആരെങ്കിലും ഇവിടെ ചോദ്യം ചെയ്യൂലേ? പറയൂ, പഠിപ്പിക്കുന്നതൊന്നും പോരാ, ടീച്ചേഴ്സും പോരാ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയില്ല.
നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. റിലേഷൻഷിപ്പ് വന്നിട്ടില്ല, ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല. മിണ്ടുന്നില്ല. മിണ്ടാത്തൊരു ബാച്ച് എന്നൊരു ടാഗ് നമുക്കുണ്ട് കേട്ടോ. എന്റെ വക നേരിട്ട് കാണാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ അറിയോന്ന് അറിയില്ല. ചിരിക്കുവാനെന്താ എന്നെ കാണുമ്പോൾ ചിരിക്കെങ്കിലും ചെയ്യില്ല. കോൺവെക്കേഷന് വരും, ചിരിക്കുമ്പോ ഞാൻ വരും സംസാരിക്കാനുണ്ട്. എന്നോട് ഒട്ടും മിണ്ടാത്തൊരു ബാച്ചാണ് 25 എന്ന് പറഞ്ഞാൽ. ഇത്രയും നാള് പഠിപ്പിച്ചതില് എന്നോട് ഒട്ടും മിണ്ടാത്ത ബാച്ച്. ആ ടാഗ് ഒക്കെ ഉണ്ട്. സന്തോഷപൂർവ്വം കഴിച്ചു കാണുള്ളൂ. എന്നോട് സംസാരിക്കാനില്ല. എന്താ പറയാ, യെസ് മാം, ഓക്കെ മാം, സുഖമാണോ മാം, ഇത്ര ഇതൊക്കെ കാര്യമൊന്നുമില്ല. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഞാൻ ഫെയിലാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ്, റിസ്ക് മാനേജ്മെന്റ്. Administrators evaluate and manage risk connected with the hospital operations. They execute protocols and policies to minimize potential risk, supervise patients and employee safety measures, and enhance legal and insurance matters associated with the hospital. നമ്മുടെ ഏത് ഫോം ആണെങ്കിലും ഒരുപാട് റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റിസ്കുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും എന്താണെങ്കിലും അപ്പൊ അതെല്ലാം ഉണ്ടാവും. സോ ഈ അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യേണ്ടത്? അത് വാലിഡേറ്റ് ചെയ്യണം, ആ റിസ്ക് എല്ലാം മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ പ്രോട്ടോകോൾസ് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് പോളിസീസ് ടു മിനിമൈസ് പ്രൊട്ടക്ഷൻ. അപ്പൊ എങ്ങനെയാണ് റിസ്ക് കുറയ്ക്കാം? സോ അതിനുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിനെ സേഫ്റ്റിയും അതുപോലെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാം നമ്മൾ ലീഗലി ആൻഡ് ഇൻഷുറൻസ് ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് associated with them. അപ്പൊ ഈ ലീഗലി എല്ലാ കാര്യം ലീഗലി ആയിരുന്നു കേട്ടോ. ലീഗലായിട്ടൊന്നല്ല, എത്തിക്കലായിട്ടും നമ്മൾ എത്തിക്സ് നോക്കിയിട്ട് ലീഗലായിട്ടും എല്ലാ കാര്യങ്ങളും പ്രോട്ടോകോൾസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ പോളിസീസ് എല്ലാം ആ റിസ്ക് മിനിമൈസ് ചെയ്യാം. സോ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. Then information management. Administrators supervise the implementation and maintenance of health information system and electronic medical records. They guarantee the confidentiality and security of patient information and facilitating efficient data management and reporting. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് പേഷ്യൻസ് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടും പ്രൈവറ്റ് ആയിരിക്കണം. സോ അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ടും പ്രൈവറ്റ് ആണെങ്കിൽ കീപ്പ് ചെയ്യണം. സോ അത് ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആ ഇൻഫർമേഷൻ നമ്മൾ മാനേജ് ചെയ്യേണ്ടതും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. സോ ഒരിക്കലും ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ പബ്ലിക് ചെയ്യാൻ പാടില്ല. എല്ലാം സെക്യൂർഡ്, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കണം. സോ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ്റെനൻസും ഇംപ്ലിമെന്റേഷനും സൂപ്പർവൈസ് ചെയ്യുന്നത് ഈ പറയുന്ന ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. Then collaboration and leadership. Administrators work collaboratively with physician, nurse, and other healthcare professionals to ensure a coordinated and efficient delivery of care. They give leadership support, guarantee to staff members, promoting the positive and collaborative work culture. Collaborate ചെയ്യാം. ഞാനും വലിയ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറഞ്ഞു ഒരു ക്യാബിനെറ്റ് കാര്യമില്ല. എല്ലാ സ്റ്റാഫായിട്ടും എല്ലാ കൊളീഗ്സ് ആയിട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അവരൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക. സോ അങ്ങനെ ഒരു നല്ലൊരു ലീഡർഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്ലി ഞങ്ങളുടെ സാറിനെ കുറിച്ച് പറയാനില്ല. സാറ് നല്ല ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യണം കൺട്രോൾസ് ഒന്നും. സോ എന്നാലും ആള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. സോ ഞങ്ങൾ കൂടി വർക്ക് ചെയ്തുകൊണ്ടല്ല ചെയ്യുന്നത്. ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. They give leadership support to staff member, promoting a positive and collaborative work culture. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ലീഡർഷിപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ്നെസ് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് കൾച്ചർ ഒരു എൻവയോൺമെന്റ് ഉള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. These responsibilities may differ depending on the size and type of a hospital, but our hospital administrators play a vital role in managing and enhancing the healthcare facilities, operations, and service.
അപ്പൊ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഹോസ്പിറ്റലിലെ സൈസിനെ ബേസ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ചെറിയ ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ആകുമ്പോൾ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായി? എന്നാലും ഏറ്റവും കൂടുതൽ വൈറ്റൽ റോള് വഹിക്കുന്ന ഒരു പൊസിഷനാണ് ഇത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ട്? മാനേജിങ് ആൻഡ് എൻഹാൻസിങ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ മാനേജ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും, എൻഹാൻസ് മീൻ ഇംപ്രൂവ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരാളാണ് ആര്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വായിക്കേണ്ടത് 7, 8, 9 ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നിങ്ങള്. finish. ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ പൊസിഷൻ സ്റ്റാഫിന്റെയും റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, അത് ചാപ്റ്റർ കഴിയാൻ ചാൻസ് ഉണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് പോണോ? എത്ര എടുത്താൽ മതിയോ? പോകാം. പോവാം. നെക്സ്റ്റ് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല. നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോ നോക്കിയത് എന്തായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ.
The job description of an outpatient secretary in a hospital normally comprise a variety of administrative and clerical duties related to the operation of the outpatient department. Some of the key responsibilities an outpatient secretary in a hospital may comprise of കുറച്ച് responsibilities നോക്കാം. എന്തൊക്കെയാണ് responsibilities? Scheduling appointment. കേൾക്കുമ്പോൾ അറിയാലോ, appointments schedule ചെയ്യാം. An outpatient secretary is accountable for scheduling appointments for patients and making sure that appointments are aptly prioritized based on the patient's medical requirements. Patients' medical requirements അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തതെന്ന് മെക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ഇതാണ് എന്ത് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആരുടെ? ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയുടെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തത് കറക്റ്റ് ആയിട്ടാണോ, ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് മെഡിക്കൽ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് പ്രയോറിറ്റൈസ് കൊടുത്തിട്ടാണോ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. And the second responsibility is coordinating patient care. The outpatient secretary works keenly with the other hospital staff to coordinate patient care, which includes arranging for diagnostic tests and procedures, getting medical record, and ensuring that the patient receives adequate follow-up care. Coordinate ചെയ്യുക, patient care coordinate ചെയ്യുക. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്താ ചെയ്യണം? പേഷ്യൻസ് കെയർ, ഹോസ്പിറ്റൽ സ്റ്റാഫ് പേഷ്യൻസ് നമ്മുടെ കെയർ ചെയ്യുന്നുണ്ടോ, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആര് നോക്കണം? ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യും. Outpatient secretary works keenly with other hospital staff. Other hospital staff ആയിട്ട് വർക്ക് ചെയ്യുക. Keenly means അത്രയും ഒബ്സർവ് ചെയ്തുകൊണ്ട് സൂക്ഷ്മമായിട്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് കോർഡിനേറ്റ്, പേഷ്യന്റ് കെയർ, പേഷ്യന്റ് നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക, കൂടെ വർക്ക് ചെയ്യുക. Which includes arranging of diagnosis tests and procedures, getting medical records. എന്താണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്യുക, ടെസ്റ്റ് ഒക്കെ റിസൾട്ട്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുക, പ്രൊസീജിയേഴ്സ് റെഡി സെറ്റ് ചെയ്ത് കൊടുക്കുക, ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് എൻഷുറിംഗ് ദാറ്റ് പേഷ്യന്റ് റിസീവ് ആക്ട് ഫോളോ അപ്പ് ചെയ്യുക. പേഷ്യന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആക്ട് ചെയ്ത രീതിയിലുള്ള ഫോളോ അപ്പ് കെയർ ആണ് എന്ന് മെക്ക് ഷുവർ ചെയ്യുക. അതായത് പേഷ്യൻസിനെ നന്നായിട്ട് കെയർ ചെയ്യും. അത്രയും പേഷ്യന്റ് നന്നായിട്ട് കെയർ ചെയ്യുക. അവർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ടെസ്റ്റ് റിപ്പോർട്ട്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഓക്കെ ആണോ എല്ലാം കിട്ടിയിട്ടുണ്ടോ, പ്രൊസീജിയേഴ്സ് എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അവരുടെ ഫോളോ അപ്സ് എല്ലാം കറക്റ്റ് ആണോ, ആപ്റ്റ് ആണോ എന്ന് മെക്ക് ഷുവർ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് എന്റെ സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. And the third one is answering phone calls. The outpatient secretary is accountable for answering phone calls and directing patients to the concerned department or staff. ഫോൺ കോൾസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങളാണ് ചോദിക്കുന്നെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പറിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫോൺ കോൾസ് എല്ലാം ആൻസർ ചെയ്യേണ്ടത് ഈ പറയുന്ന ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ആണ്. ഈ 3 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
കഴിഞ്ഞോ? Yes. Continue കേട്ടോ. Next one, the fourth one is managing patient information. The outpatient secretary maintains exact and up-to-date patient information in the hospital's electronic and medical record system, which includes demographic information, medical history, and insurance information. Other patient information are managed. Okay, all information up-to-date ആയിട്ട് എന്താണ് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് എവിടെയാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ചാപ്റ്ററിലുണ്ട് അല്ലെ. ഇലക്ട്രോണിക് മെഡിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രകാരം എല്ലാ ഇൻഫർമേഷൻസും അപ്ഡേറ്റ് ചെയ്യാം, അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് അതിൽ ആ ഒരു പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ വരും, മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാകും, അതുപോലെ ഇൻഷുറൻസ് ഇൻഫർമേഷൻസ്. ഇപ്പൊ എല്ലാ ഇൻഫർമേഷൻസും മാനേജ് ചെയ്യേണ്ടത് ഈ പറയുന്ന പേഷ്യന്റ് സെക്രട്ടറി ആണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. Okay, and the next one is processing medical records. The outpatient secretary prepares for medical records and make sure that patient confidentiality is kept and release medical records to authorized individuals. Medical records എല്ലാം പ്രോസസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റിസൾട്ട്സ് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഒരിക്കലും നമ്മളത് റിവീൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കോൺഫിഡൻഷ്യൽ ആണോ എന്ന് മെക്ക് ഷുവർ ചെയ്യണം. ഇത് മാത്രമല്ല നമ്മുടെ റിസൾട്ട് നമുക്ക് തന്നെയാണോ കിട്ടിയിരിക്കുന്നത് ചെക്ക് ചെയ്യണം. അതായത് ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആ ഒരു പേഷ്യന്റ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്, റിലീസ് ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. And the next one is handling administrative tasks. Administrative എല്ലാ ടാസ്കും ഹാൻഡിൽ ചെയ്യാം. The patient secretary is accountable for handling a variety of administrative tasks like ordering office supplies, filling paperwork, and managing correspondence. അതായത് ഓഫീസ് സപ്ലൈസിൽ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആക്കുന്നില്ല, അതൊക്കെ ഓർഡർ ചെയ്യുക, അതുപോലെ പേപ്പർ വർക്ക്സ് ഒക്കെ എല്ലാം ക്ലീൻ ചെയ്യുക, ആൻഡ് മാനേജിങ് കറസ്പോണ്ടൻസ് ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാം. സോ ഹാൻഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് കൂടെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടത് വന്നേക്കാം. സോ അതും ഈ പറയുന്ന അഡ്മിഷന്റെ അല്ലെങ്കിൽ outpatient secretary responsibility ആണ്. And the next one is providing customer service. The outpatient is often the first point of contact for a patient, so providing excellent customer service is a crucial part of the job. Customer നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്ന ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ആണ് നമ്മുടെ പെട്ടെന്ന് പേഷ്യൻസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാം. So overall, an outpatient secretary plays a key role in making sure that the outpatient department runs smoothly and efficiently, and that patient obtain high quality care. Strong organizational skills, attention to details, and excellent communication skills are necessary for success in this role. അതായത് ഈ പറയുന്ന outpatient department സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ റൺ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ഈ പറയുന്ന ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ആണ്. അത് മാത്രമല്ല പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നത് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അത് മാത്രമാണ് ഇനിയിപ്പോ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ നല്ല രീതിയിലുള്ള അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും പറയാനുള്ള അറ്റൻഷൻ, അതുപോലെ ഓർഗനൈസേഷൻ സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ പറയുന്ന പൊസിഷനിൽ നമുക്ക് സക്സസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ എല്ലാ സ്കിൽസും നെസസറിയാണ്, എസെൻഷ്യലാണ് എന്തിനു വേണ്ടിയിട്ട്, ഈ റോളിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കാം എല്ലാവരും.
കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? രണ്ട് പോർഷനും എടുത്ത ടോപ്പിക് രണ്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ ആണ്. ഓരടിച്ചോ ക്ലാസ് തുറക്കാൻ വന്നോ? ഇല്ല. ഓക്കെ, ഞാൻ വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നതാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണെങ്കിലും ക്ലിയർ ആണോ ഞാൻ വായിക്കുന്നത്? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെയാണ്. ഓക്കെ ആണ്. അപ്പൊ പിന്നെ നമ്മളൊക്കെ നോക്കാം. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്ന് പറയാനുണ്ടെങ്കിൽ ഡയറക്ട്ലി എന്നോട് പറയാം. ഓക്കെ, അതിപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആണെങ്കിലും ടൈമൊന്നുമില്ല. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകും. ഓക്കെ, പൊതുവെ ഈ ക്ലാസ് എത്ര സ്റ്റുഡൻസ് ഉണ്ടാവാറുള്ളൂ? ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. സ്ട്രെങ്ത് കുറവാണോ? ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഓക്കെ ഉണ്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മോക്ക് ടെസ്റ്റ് എല്ലാം? ഓക്കെ, വേറൊന്നുമില്ലല്ലോ. ക്ലാസ് ഒക്കെ ഓക്കെ ആണ്, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എടുക്കുന്ന പോർഷൻസ് ഒക്കെ ക്ലിയർ ആണ് അല്ലെ? വേറൊന്നുമില്ലല്ലോ. ഓക്കെ, എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. നന്നായിട്ട് വായിച്ചു നോക്കാം. പിന്നെ കുറെ ക്ലാസ്സസ് മിസ്സായിരുന്നു എനിക്ക്. കഴിഞ്ഞ മാസം എനിക്ക് ഏകദേശം കുറെ ക്ലാസ്സസ് മിസ്സായി. അപ്പൊ അതെല്ലാം കവർ ചെയ്യണമെങ്കിൽ എല്ലാം ഞാൻ റെക്കോർഡഡ് ക്ലാസ്സസ് ഇരുന്ന് കാണേണ്ടി വരുമോ? അതല്ല ടെക്സ്റ്റ് വായിച്ച് ഡൗട്ട് ഉള്ളത് മാത്രം, അല്ലെങ്കിൽ ഗൈഡ് വെച്ച് പഠിച്ചാൽ മതിയാവോ? അല്ല, എല്ലാ ക്ലാസ്സസും കാണാനും ബുദ്ധിമുട്ട്. ഒത്തിരി പേര് ഒരു മാസത്തോളം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത്രയും മിസ്സിങ് ആയി. എക്സാം ആണെങ്കിൽ മോക്ക് ടെസ്റ്റ് മാക്സിമം കവർ ചെയ്യില്ല. അതുപോലെ മെയിൻ എക്സാം ആണെങ്കിൽ നമ്മുടെ ഗൈഡ് നന്നായിട്ട് പഠിക്കാം. ഗൈഡ് തന്നിട്ട് അപ്പൊ ഞാൻ ടെക്സ്റ്റ് ഇപ്പം ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ വായിച്ച് പൊക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും തീരുന്നില്ല, കുറെ ഉണ്ട്. അപ്പം ഡൗട്ട് ഉള്ളത് മാത്രം ഞാൻ പിന്നെ ഇതിനകത്ത് കയറിയിട്ട് ആ ക്ലാസ് എവിടെയാന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് റെക്കോർഡഡ് വീഡിയോ നോക്കിയെടുത്ത് കാണുക ചെയ്യുന്നത്. പക്ഷെ അതും കവർ ചെയ്ത് നീങ്ങി തീർക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനിയിപ്പോ എക്സാമിന് അധികം സമയമില്ലല്ലോ, അതുകൊണ്ട് നന്നായി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. ടെക്സ്റ്റിന് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഗൈഡ് നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഗൈഡിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും കവർ ആവത്തില്ലേ? അതെ അതെ. എന്നാലും ടെക്സ്റ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം കേട്ടോ. ടെക്സ്റ്റ് എപ്പോഴും വായിക്കാം. കാരണം ഏതൊക്കെ സെന്റൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ സെന്റൻസ് വൈസ് ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. അതിന്റെ കൂടെ തന്നെ ഗൈഡും പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. പോർഷൻ ആണെങ്കിൽ എന്റെ പോർഷനെ കുറിച്ചിട്ട് ഞാൻ മെയിൻ എക്സാം ആകുമ്പോഴേക്കും ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആ ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാം. മാമിന്റെ ക്ലാസ് ഞാൻ രാവിലെ ഇരുന്ന് മൊത്തം കണ്ടത്, പിന്നെ മിസ്സായത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ സ്പീഡാക്കി കണ്ടു നോക്കും. അപ്പൊ എന്നാലും പിന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വായിച്ചാലേ പിന്നെ പുറക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ. സ്പീഡ് ഉണ്ട്, അതിൽ ഫുൾ സ്പീഡ് കാണണമെങ്കിൽ കൊള്ളാം. അപ്പൊ ഓക്കെ, അപ്പൊ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കാം. ടെക്സ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. Okay. So thank you all, and see you in next class. Okay, bye to all. Thank you, ma'am. Thank you, ma'am.